ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിന്നൊരു കിടുക്കാച്ചി വീഡിയോ ആയിട്ടാട്ടോ വന്നിട്ടുള്ളത്. നമ്മുടെ കുളത്തിൽ നിന്ന് ചൂണ്ടയിട്ട് പിടിച്ച മീനാട്ടോ ഇത് പുറത്തുനിന്ന് മേടിച്ചതൊന്നുമല്ല. അപ്പോൾ അതിലേക്കുള്ള ഇൻഗ്രീഡിയൻസ് ആട്ടോ ഇത്: വെളുത്തുള്ളി, പെരുംജീരകം, കറിവേപ്പില, പിന്നെ നല്ല പച്ച കുരുമുളകാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഇനി നമുക്കിത് നന്നായി പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കാം. നമ്മളിത് നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം. ഇനി നമ്മൾ മുളക് പൊടിയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. പച്ചക്കുരുമുളക് എടുത്തുകൊണ്ട് തന്നെ നമ്മൾ ആവശ്യത്തിന് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുള്ളൂ. പിന്നെ നമ്മൾ മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. പിന്നെ നമ്മൾ ഇതിലേക്ക് നല്ലൊരു മെയിൻ സാധനമാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. അതില്ലെങ്കിൽ പിന്നെ ഒന്നും കൊള്ളില്ല. അതിൽ നമുക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഇട്ട് കൊടുക്കാൻ പാടൂ. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നമുക്ക് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ പേസ്റ്റ് സെറ്റാകാൻ വേണ്ടിയിട്ട് ഫ്രീസറിലോട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ മീൻ ഇവിടെ നന്നായി കഴുകി വൃത്തിയാക്കി വരട്ട് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഇനി സെറ്റാക്കി വെച്ച പേസ്റ്റ് നമുക്ക് മീനിലോട്ടൊന്ന് പരട്ടി കൊടുക്കാം. ഉൾഭാഗമൊക്കെ നന്നായി പരട്ടി കൊടുക്കണം കേട്ടോ. അപ്പം നമ്മൾ മീനിലെ ഉൾവശത്തും പുറം വശത്തൊക്കെ നന്നായി പേസ്റ്റ് തേച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. നന്നായി പേസ്റ്റ് തേച്ച് കൊടുക്കണേ. ആ വരട്ടേൻ്റെ മുകളിൽ കൂടെ ഒക്കെ നന്നായി തേച്ച് കൊടുക്കണം. ഉൾവശത്തൊക്കെ നന്നായി തേച്ച് കൊടുക്കണം കേട്ടോ. അപ്പം ഞാനിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അത് ബാക്കി വന്ന പേസ്റ്റൊക്കെ മീനിന് നേരേക്ക് ഒഴിച്ച് തരുന്നുണ്ട് കേട്ടോ. അപ്പം ഞാനത് നന്നായി തേച്ച് പിടിക്കുന്നുണ്ട് മീനിലോട്ട്. അതിന് നമ്മൾ മൊത്തം മീനും തേച്ച് പിടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് മീനൊന്ന് സെറ്റാൻ വേണ്ടിയിട്ട് ഫ്രീസറിലേക്ക് വെക്കാം. അപ്പം നമ്മൾ അടുപ്പ് കത്തിച്ചിട്ട് ഗ്രില്ല് വെച്ചിട്ടുണ്ട് കേട്ടോ. ഒന്ന് ചൂടാവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതാ നമ്മുടെ മീൻകുട്ടന്മാരെ ഗ്രില്ലിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയിലൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്ക് അടുപ്പിലോട്ട് വെച്ച് കൊടുക്കാം. അപ്പം നമ്മുടെ മീനിലേക്ക് ചൂടൊക്കെ കയറി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പം മെല്ലെ ഒരു സൈഡൊക്കെ മുരിയും. അപ്പം നമ്മുടെ മീൻ നന്നായി മുരിഞ്ഞ് വരുന്നുണ്ട് കേട്ടോ. തീ നന്നായി വിടാതെ നമ്മൾ കത്തിച്ചു കൊടുക്കണം കേട്ടോ. സാധാരണ കനലിലൊക്കെയാണ് കേട്ടോ ചെയ്യുക. പക്ഷെ ഞങ്ങൾ തീ കത്തിച്ചിട്ടാണ് കേട്ടോ ചെയ്തത്. അപ്പം ഇതിൻ്റെ ഒരു സൈഡ് നന്നായി മുരിഞ്ഞു വരുന്നുണ്ട്. അപ്പം നമുക്ക് ഇതിലോട്ട് കുറച്ച് എണ്ണ തേച്ച് കൊടുക്കാം കേട്ടോ. നമ്മളിതിൽ തേക്കാൻ പോകുന്ന എന്താണെന്നറിയോ? റെഡ് ചില്ലി സോസും എണ്ണയും പിന്നെ സോൾട്ട് കൂടി ഇട്ട് നന്നായി മിക്സ് ചെയ്തിട്ട് ഇതിൻ്റെ മുകളിൽ നമുക്ക് നന്നായി തേച്ച് കൊടുക്കാം. അപ്പം നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കണ ഒരു മീനിൻ്റെ ടേസ്റ്റ് നമുക്ക് തോന്നും കേട്ടോ. അപ്പോൾ ഒരു സൈഡ് ഇങ്ങനെ ആയി വന്നിട്ടുണ്ട്. അപ്പം ഞാൻ മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. കാണുമ്പോൾ നല്ല സൂപ്പറൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പം ഞങ്ങളിത് എടുക്കുകയാണെങ്കിൽ ഇതിൽ നിന്ന് ഞങ്ങൾ ഓരോരോ മീനായി ഇങ്ങനെ എടുത്ത് വെക്കാം കേട്ടോ പ്ലേറ്റിലേക്ക്. അപ്പം നമ്മുടെ പ്രയത്നങ്ങൾക്ക് ശേഷം ഇവിടെ ഗ്രിൽഡ് ഫിഷ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ കുറച്ച് നാരങ്ങയൊക്കെ പിഴിഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പം അത് വന്നിട്ട് മീനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണമൊക്കെ ഉണ്ട് കേട്ടോ. അത് സൂപ്പർ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി ഇതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ബൈ ബൈ.